Good morning and good evening. How are you everybody? നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you're all doing well. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. I am sitting at a very beautiful place. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യം ഒരു വലിയ വിഷൻ ദൈവം തന്നു. At this time, the Lord gave me a big vision from Job 14 verse 7. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിൻ്റെ മണ്ട മുറിച്ചാൽ അത് പിന്നെയും പൊട്ടിക്കിളിർക്കും. At least there is hope for a tree. If it is cut down, it will sprout again and its new shoots will not fail. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ട്രീകൾ കാണുവാൻ കഴിയും. I am able to see many trees in the place where I am sitting. ഈ ട്രീ എല്ലാം നട്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ അത് നട്ട ആൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. The person who planted all these trees has a great hope. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. At least there is hope for a tree. അത് വെട്ടിയാലും പൊട്ടിക്കിളിർക്കും. If it is cut down, it will sprout again. വൃക്ഷം മനുഷ്യനെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. Tree symbolizes a man. മനുഷ്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരാം, എന്നാലും അതിൻ്റെ എല്ലാം ഒരു ഉത്തരം അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. In a human's life, there may come many problems, but still he will recover from all those problems. ആരെല്ലാം നിങ്ങളെ വെട്ടിയാലും നിങ്ങളുടെ ഫ്യൂച്ചർ കളയാൻ വേണ്ടി ശ്രമിച്ചാലും ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ നഷ്ടമാകത്തില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗുഡ് ഫ്യൂച്ചർ ഒരുക്കിയിരിക്കുന്നു. No matter who tries to attack you or destroy you, it will not happen. The Lord has prepared a great future for you, so you will come back forth so you will come back in victory. ഇപ്പോൾ നിങ്ങൾ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. At this time, you have lost all your hope in life. നിങ്ങൾ തന്നെ പറയുന്നു ഇനി എനിക്കൊരു ഭാവി ഇല്ല എന്ന്. Even you are saying with your own mouth, I don't have a good future. എന്നാൽ കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു നിങ്ങൾക്കൊരു ഗുഡ് ഫ്യൂച്ചർ ഉണ്ട്. However, the Lord is telling you, you have a good future. നിങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാ സിറ്റുവേഷനും സാഹചര്യങ്ങളും എല്ലാം ദൈവം മാറ്റി എഴുതാൻ പോകും. The Lord is going to change and rewrite all your situations. വെട്ടിക്കളഞ്ഞതെല്ലാം പൊട്ടിക്കിളിർക്കും. Everything that has been cut down is going to sprout again. നിങ്ങളുടെ വേരുകൾ യേശു ക്രിസ്തുവിൻ്റെ ആ ഫെയ്ത്തിലേക്ക്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ നഷ്ടപ്പെട്ട എല്ലാ പ്രത്യാശയും മടക്കി കിട്ടും. When you step into your faith in Jesus Christ, everything that you lost is going to be restored to you. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Now I'm going to pray for you. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി തരും. Everything that you lost, the Lord is going to restore to you. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, എല്ലാം സാധ്യമാണ്. There is nothing impossible for God. Everything is possible for Him. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. This God is a faithful God. ഈ ദൈവത്തിന് കഴിയാത്തത് ഒന്നും തന്നെയില്ല. There is nothing that is impossible for God. ഇപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നത്? Now what are you thinking about your future? ജോസഫിന്റെ ഭാവി ഇല്ലെന്ന് എല്ലാവരും പറഞ്ഞു. Everyone said that Joseph did not have a future. എന്നാൽ ദൈവം അവന് വേണ്ടി ഒരു ഗുഡ് ഫ്യൂച്ചർ ഒരുക്കി. However, the Lord prepared a good future for him. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഇപ്പോൾ ഈ മിലേക്ക് യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. I pray that you will bless all the children who are watching this Melek YouTube channel right now. ആമേൻ. ഭാവി നഷ്ടപ്പെട്ട ചിലർ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. There are some people who are watching this channel who think they have lost their future. കർത്താവേ, അവർക്കൊരു നല്ല ഗുഡ് ഫ്യൂച്ചർ ഒരുക്കണമേ. Lord, prepare a good future for them. വിവാഹം മുടങ്ങിയവർ, വിവാഹം തകർന്നവർ, തലമുറയില്ലാത്തവർ, വിദ്യാഭ്യാസം തകർന്നവർ, പണം തകർന്നവർ, ജീവിതം മൊത്തം തകർച്ചയിൽ പോയവർ, അവരുടെ എല്ലാം ജീവിതത്തിൽ ഇന്ന് ഒരു വലിയ വിടുതൽ യേശു കൊടുക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു.
Lord, there are people who are unable to get married. There are people who have broken marriages. There are people who've lost their children. There are people who have issues in their money and health. But for all those people, Lord, I thank you that you're going to give them a good future. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്യും. In the name of Jesus, I bless these children. ഒരു നല്ല ഫ്യൂച്ചർ ഒരുക്കണമേ. Lord, give them a good future. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen.